Guten Tag, I am Ganga. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിലേറ്റീവ് സെയ്റ്റ്സ് ഇൻ നോമിനാറ്റീവ് ആൻഡ് അക്യൂസാറ്റീവ്. റിലേറ്റീവ് സെയ്റ്റ്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ മെയിൻ സെൻറ്റൻസ് അത് ഹൗട്ട്സാറ്റ്സ് ഇതിൽ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ തരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നേബൻ സാറ്റ്സ് സബോർഡിനേറ്റ് ക്ലോസ് ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് സെയ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴും വെർബ് എൻ്റെ പൊസിഷനിലായിരിക്കും. നമ്മുടെ റിലേറ്റീവ് ക്ലോസ് ഉള്ള സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ആ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ വെർബ് പ്ലേസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദസ് ഇസ് മൈൻ ഫാറ്റർ arbeitet im Hamburg. ഈ ഫാറ്റർ എന്ന് പറയുന്നത് മസ്കുലീൻ ആണ്. അപ്പോൾ നോമിനാറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ദർ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൊണോമൻ വരുന്നത്. അപ്പോൾ ഈ ദസ് ഇസ് മൈൻ ഫാറ്റർ എന്ന് നേരെ എഴുതുക. പിന്നെ ഈ എറിന് പകരം നമ്മുടെ റിലേറ്റീവ് പ്രൊണോമൻ അതായത് മസ്കുലീൻ ആണ്, നോമിനാറ്റീവ് ആണ്. അപ്പോൾ ദർ ആണ് നമുക്കിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇൻ ഹാംബുർഗ് ആർബൈറ്ററ്റ് എന്ന് പറഞ്ഞാൽ വെർബ് ലാസ്റ്റ് വരും. ഇങ്ങനെയാണ് റിലേറ്റീവ് സെറ്റ്സ് എഴുതുക. അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ദി ഫ്രൗ വോണ്ട് ഹിയർ സി ഇസ് മൈനെ ലേററി. ദി ഫ്രൗ എന്ന് പറയുന്നത് ഫെമിനിൻ ആണ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ എഴുതിയിട്ട് നമ്മൾ രണ്ടാമതാണ് റിലേറ്റീവ് ക്ലോസ് എഴുതേണ്ടത്. അപ്പോൾ ഈ സി എന്ന് പറയുന്നത് ദി ആണ്. കാരണം സി എന്ന് പറയുന്നത് ഫെമിനിൻ ആണ്, പിന്നെ നോമിനാറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ദി ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ദി ഹിയർ വെർബ് ലാസ്റ്റ് റിലേറ്റീവ് ക്ലോസിൻ്റെ വോണ്ട് ഇസ് മൈനെ ലേററി. ഇങ്ങനെയാണ് നമ്മുടെ നോമിനാറ്റീവിൻ്റെ ഇതിൽ വരുന്നത്. അടുത്തത് നമ്മുടെ അക്യൂസാറ്റീവ്. അക്യൂസാറ്റീവിൽ വരുമ്പോൾ ദസ് ഇസ് മൈൻ ഫാറ്റർ ഡു ഹാസ് ഇൻ ലെക്സ്റ്റേ വോഹെ കെന്നൻ ഗലൺ. ഇതിൽ ഹാസ്റ്റും കെന്നൻ ഗലണ്ടാണ് വെർബ് വരുന്നത്. അപ്പോൾ ദസ് ഇസ് മൈൻ ഫാറ്റർ അതേപോലെ തന്നെ എഴുതിയിട്ട് നമ്മുടെ ഇവിടെ ഈനാണ് പ്രോണോമൻ. അപ്പോൾ ഇത് അക്യൂസാറ്റീവ് ആണ്, പിന്നെ നമ്മുടെ മസ്കുലീൻ ആണ്. അപ്പോൾ ദെന്ന് വരും, ദെൻ എഴുതുക. പിന്നെ ദു ലെറ്റ്സ്റ്റേ വോഹെ, പിന്നെ നമ്മുടെ ലാസ്റ്റ് രണ്ട് വെർബ് കെന്നൻ ഗലണ്ട് പിന്നെ ഹാസ്റ്റ്. ഇങ്ങനെയാണ് അക്യൂസാറ്റീവിൽ വരിക. അടുത്തത് നമ്മുടെ പ്രൊപ്പോസിഷൻ കേസാണ്. അതായത് ദസ് ഇസ് മൈൻ ബ്രൂഡർ I have a fear in ice gekoft. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം ദസ് ഇസ് മൈൻ ബ്രൂഡർ എന്ന് നേരെ താഴെ എഴുതണം. പിന്നെ ഫ്യൂർ ഇൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ പ്രൊപ്പോസിഷനും ഇത് നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ പ്രോണോമൻ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അക്യൂസാറ്റീവ് കേസിലത്തെ മസ്കുലീൻ ആണ്. അപ്പോൾ നമ്മൾ ദെൻ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഫ്യൂർ ദെൻ ഇഹ് എന്ന് പറഞ്ഞിട്ട് ഐസ് ഗെക്കോഫ്റ്റ് ഹാബ് നമ്മുടെ വെർബ് രണ്ടും ലാസ്റ്റ് വരും. അപ്പോൾ എപ്പോഴും വെർബ് അമ്മൻ്റെ പൊസിഷനിലായിരിക്കും. നമ്മുടെ റിലേറ്റീവ് ക്ലോസ് ഏതാണോ അവിടെയാണ് നമ്മുടെ വെർബിൻ്റെ ലാസ്റ്റ് പൊസിഷൻ വരിക. അപ്പോൾ നമ്മുടെ റിലേറ്റീവ് സെറ്റ്സ് എന്ന് പറയുന്നത് ഒരു മെയിൻ സെൻറ്റൻസിൽ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ തരുന്ന നേബൻ സെറ്റ്സ്. ഇത് രണ്ടാമത്തെ സെൻറ്റൻസൊക്കെ ആദ്യത്തെ സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിനെ കുറിച്ച് അഡീഷണൽ ഇൻഫോർമേഷൻ തരാണ്. അപ്പോൾ ഇങ്ങനത്തെ നേബൻ സെറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇങ്ങനത്തെ സെൻറ്റൻസിനാണ് റിലേറ്റീവ് സെറ്റ്സ് എന്ന് പറയാം.